വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജി ഇന്ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുകയാണ്. വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനും നിലവിലത്തെ വകുപ്പ് സെക്രട്ടറി കെ ബിജുവിനും എതിരായ കോടതിയലക്ഷ്യ നടപടികൾ തുടരുന്നതിലും കുറ്റാരോപണ മെമ്മോ നൽകുന്നതിലും ജസ്റ്റിസ് എ ബത്രുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് തീരുമാനം എടുക്കുക. കേസിലെ പ്രോസിക്യൂഷൻ അനുമതി ഉത്തരവിൽ ഹൈക്കോടതി വിരുദ്ധ പരാമർശം ഉൾപ്പെട്ടതാണ് കോടതിയലക്ഷ്യ നടപടിയിലേക്ക് നയിച്ചത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് മിഥുൻ അയ്യപ്പനോട് തന്നെ ചോദിക്കാം. മിഥുൻ, എപ്പോഴേക്കും ഹർജി പരിഗണനയ്ക്ക് എത്തും? നേരത്തെ തന്നെ ഈ ഹർജി കോടതി പരിഗണിക്കുന്ന ഘട്ടത്തിൽ വളരെ സുപ്രധാനമായ ചില നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരുന്നു. ഇന്ന് എപ്പോഴേക്കും കോടതി ഈ കേസ് പരിഗണിക്കും? ഇന്ന് ഇത് സംബന്ധിച്ച ഒരു നിർണായകമായിട്ടുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുമെന്നാണ് നമുക്ക് കരുതുന്നത്. 11 മണിയോട് കൂടി തന്നെ കോടതി ചേരും. ഈ കേസ് അതിൻ്റെ മുറയ്ക്ക് വിളിക്കുകയും ചെയ്യും. കോടതി അലക്ഷ്യ ഹർജിയിലാണ് ഇന്ന് പരിഗണിക്കുന്നത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട INTUC-യുടെ നേതാവായിട്ടുള്ള കോർപ്പറേഷൻ മുൻ MD കെ രതീഷിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനുമെതിരെ CBIക്ക് പ്രോസിക്യൂഷൻ ഉത്തരവ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആ ഉത്തരവാണ് ഇത്തരത്തിൽ വലിയ കോടതി അലക്ഷ്യ ഹർജിയിലേക്ക് അല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് നയിച്ചത്. ഹൈക്കോടതിക്ക് വിരുദ്ധമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഉത്തരവിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം കോടതി ഉന്നയിച്ചിരുന്നു. അത്തരത്തിൽ അതിനുശേഷം ഇപ്പോൾ 2 തവണ ഇത് സംബന്ധിച്ച് ഇത് തിരുത്താനുള്ള ഒരു ശ്രമം, അതായത് ആ ഉത്തരവ് തിരുത്തിക്കൊണ്ട് വീണ്ടും സമർപ്പിക്കുകയും മാപ്പപേക്ഷ നൽകുകയും എല്ലാം തന്നെ ചെയ്തതാണ്. ഉദ്ദേശശുദ്ധിയെ മാനിക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ പാലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു വിമർശനാത്മകമായിട്ടുള്ള ഉത്തരവായിരുന്നില്ല എന്നെല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് അത്തരത്തിൽ കോടതിയെ വീണ്ടും ഇവർ സമീപിച്ചിരുന്നത്. പക്ഷേ ഈ കോടതിയലക്ഷ്യ ഹർജി തുടരണമോ വേണ്ടയോ എന്നുള്ളത് ഇന്ന് പരിഗണിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോടതിയലക്ഷ്യ നടപടികളുമായി മുന്നോട്ട് പോകാൻ കോടതി തീരുമാനിക്കുകയാണെങ്കിൽ ഇരുവർക്കുമെതിരെയും, അതായത് മുഹമ്മദ് ഹനീഫിനെതിരെയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ടുള്ള ബിജുവിനെതിരെയും ഒരു കുറ്റാരോപണ മെമ്മോ നൽകുകയും അത് കൂടുതൽ സങ്കീർണമായിട്ടുള്ള അവസ്ഥകളിലേക്ക് പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇത് കോടതി ചേരുന്നതോടുകൂടി തന്നെ ഈ വിഷയത്തിൽ ഈ പരിഗണിച്ച് ഈ കോടതി നടപടികൾ തുടരണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമെന്നുള്ളതാണ് നമുക്കിപ്പോൾ വ്യക്തമാകുന്നത്. 11 മണിയോടെ കോടതി ചേരുകയും നടപടിക്രമങ്ങളുടെ ഭാഗമായി വിളിക്കുകയും ചെയ്യും. ഈ കശുവണ്ടി കോർപ്പറേഷനിലെ വലിയ കോടികളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ട തോട്ടണ്ടി ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തത്. പക്ഷെ അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഈ CBI അന്വേഷണത്തെ എതിർത്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഒരു നീക്കമായിരുന്നു ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടിയിലേക്ക് ചെന്നെത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോടതിയലക്ഷ്യ ഹർജി ഇന്ന് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വീണ്ടും എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മിഥുൻ അയ്യപ്പനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി